പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ഇന്നിപ്പോൾ ഈ അവധിയായിരുന്നല്ലോ, നാളത്തേക്കാണല്ലോ മന്ത്രിസഭാ യോഗം, അപ്പോൾ നാളെ ആയിരിക്കും അദ്ദേഹം സംസാരിക്കുക. ഇതിലിപ്പോൾ പക്ഷേ എനിക്ക് വലിയ അവിശ്വസനീയതയുണ്ട്, സത്യം പറയാലോ ശ്യാമിലി. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ഇടപെട്ടിട്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങളെ മുഴുവൻ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടും എന്നെനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. വിശ്വസിക്കാനാവാത്തതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, പിന്നെ ഞാൻ വിശ്വസിക്കാനാകുന്നില്ല എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവും മറ്റു മാധ്യമങ്ങളും ഈ പറയുന്ന ഇതിനെ എതിർത്തിയ ആളുകളെല്ലാം പറയുന്നതിനെ ഞാൻ അവിശ്വസിക്കുന്നു എന്നല്ല അർത്ഥം. പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊരു അവിശ്വസനീയതയുണ്ട്. അതായത് 1948 മെയ് മാസത്തിലാണ് ശങ്കേഴ്സ് വീക്കിലിയുടെ ഉദ്ഘാടന ദിവസം. ഇങ്ങനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നെഹ്റു, അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു തിരിഞ്ഞു നിന്നിട്ട് ശങ്കറിനോട് ഡോൺ സ്പെയർ മീ ശങ്കർ എന്ന് പറയുന്നത് 1948 മെയ്യിലാണ് എന്നാണ് നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കുക. ആ നെഹ്റുവിൻ്റെ പാത പിന്തുടരുന്ന നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് താനെന്ന് പറയുന്ന വി ഡി സതീശൻ, അതായത് നിസ്സാരമായിട്ടുള്ള വാർത്തകൾ എന്ന് വെച്ചാൽ നിസ്സാരമായിട്ടുള്ള വാർത്തകൾ എന്ന് വെച്ചാൽ മറ്റൊരു പ്രതിപക്ഷത്തെ നേതാവ് ഇങ്ങനെ വിമർശിക്കുന്നു എന്ന് പറയുന്ന കാർഡുകളെയൊക്കെ റിമൂവ് ചെയ്യണം. നമ്മൾ കുട്ടികൾ മറ്റേ ഈ ഗെയിമിൽ ഇങ്ങനെ വെടിവെച്ച് ഇങ്ങനെ ചെയ്യില്ലേ, അതുപോലെ എല്ലാ കാർഡും നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് അവിശ്വസനീയതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതേ കോൺഗ്രസ്സിന് തന്നെയും അടിയന്തരാവസ്ഥയുടെ ചരിത്രമുണ്ട്. അതേ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകള് ഇന്ദിരാഗാന്ധിയാണ് നമ്മുടെ കാലത്തെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മാധ്യമ വിരോധ സംഗതി നടപ്പാക്കിയത്. അപ്പോൾ കോൺഗ്രസ്സിന് 2 ട്രാക്കും ഉണ്ട്, ഏത് ട്രാക്ക് വേണം സെലക്ട് ചെയ്യാം. പക്ഷേ വി ഡി സതീശൻ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുമോ എന്ന അവിശ്വസനീയത എനിക്ക് നിശ്ചയമായിട്ടുണ്ട്. ആ അവിശ്വസനീയതയുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. അതായത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ പോവുകയാണ്. പിന്നെ ഹിമാചലിൽ വാറ്റ് ഭേദഗതി പ്രാബല്യത്തിൽ, പെട്രോളിനും ഡീസലിനും 60 പൈസ കൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കാർഡ് ചെയ്ത് നമ്മുടെ അങ്ങ് പോയി. അതിനകത്ത് ഹിമാചലിൽ വാറ്റ് ഭേദഗതി പ്രാബല്യത്തിൽ പെട്രോളിനും ഡീസലിനും 60 പൈസ കൂട്ടി. പക്ഷേ ഹിമാചലിലെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ അതിന് കൂടെ ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ അതായത് ഫിഷറീസ് വകുപ്പിനായി വാശി പിടിച്ച ലീഗ് മന്ത്രി എന്തുകൊണ്ടാണ് സ്ഥലം സന്ദർശിക്കാത്തതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അത് പിന്നെ രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ഫിഷറീസ് മന്ത്രിയുടെയും ഫോട്ടോ ഉണ്ട്, എതിർപ്പാണ്, സർക്കാരിനെതിരായിട്ടുള്ള എതിർപ്പാണ്, അത് പോയിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്ക് പരോക്ഷ പിന്തുണയുമായി KCBC എന്ന വാർത്തയും പോയി. അത് പിന്തുണയാണല്ലോ, പക്ഷേ അവിടെയും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ശ്യാമിലി പറഞ്ഞ 2ാമത്തെ പോയിൻ്റ് ആയിരിക്കുമോ? ഒരു കാര്യവും കൂടിയുണ്ട്. അതായത് ഞാനിത് ബന്ധപ്പെട്ട് തമിഴ്നാട് ചാനലുകളായിട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു. നമുക്ക് ആക്സസ് ഉള്ളൊരു സംസ്ഥാനം അതായതുകൊണ്ട് അവിടെ കുറേ ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു തന്നു, സ്ക്രീൻഷോട്ടുകൾ. വിജയിയുടെ പടം വെച്ചിരിക്കുന്ന എല്ലാം റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോൾ ശ്യാമിലി പറഞ്ഞ ഈ കാര്യത്തിനൊരു 2ാമത് പറഞ്ഞ പോയിന്റ് ലീസ്റ്റ് ചാൻസ് ഉണ്ട് എന്ന് പറയുന്നിടത്തേക്ക് എല്ലാ കാര്യങ്ങളെന്ന് എനിക്കൊരു തോന്നലുണ്ടാവുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പോയിന്റ് ജന്തർ മന്ദർ സംഭവത്തിന് ശേഷം കേന്ദ്ര സർക്കാരും മറ്റും ഈ കാര്യത്തിൽ മെറ്റയ്ക്ക് മേൽ സമ്മർദ്ദമേൽപ്പിച്ചു. സമ്മർദ്ദത്തിലായ മെറ്റ കേന്ദ്ര സർക്കാരിനെ അങ്ങോട്ട് റെഡിയായി കൊടുത്തു. പിന്നെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഫോട്ടോ വരുന്നതും ഒഴിവാക്കാൻ തീരുമാനമെടുത്തോ എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷേ അപ്പോൾ ശ്യാമിലി പറഞ്ഞ പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് വരിക. കാര്യം കാര്യമാണ്, അങ്ങനെയാണ് എല്ലാ വാർത്തയും പോകണ്ടേ, അങ്ങനെ വാർത്ത പോകുന്നില്ല. പിന്നെ വി ഡി സതീശൻ ഇടപെടുക എന്ന് വെച്ചാൽ വി ഡി സതീശൻ കേരളത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരനായിട്ട് തുടങ്ങിയ ആളാണ്. കേരളത്തിൽ ഒരു വാർത്ത തമസ്കരിച്ചാൽ, ഒഴിവാക്കപ്പെട്ടാൽ, ഇങ്ങനൊരു കാര്യം ചെയ്താൽ അത് 1ന് 10 അന്തരീക്ഷത്തിലേക്ക് വരികയാണ് ചെയ്യുക എന്ന കാര്യം അറിയാത്ത ആളാണോ വി ഡി സതീശൻ? ഇവിടെ ഒരു വാർത്ത റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ മെറ്റ ചെയ്താലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നാളെ നാട്ടുകാർ പുറത്തേക്ക് ഇറങ്ങും. ഇതിനൊക്കെ ഇപ്പോൾ ചുവരുകളില്ലേ നാട്ടിൽ? വി ഡി സതീശൻ ഇങ്ങനെ ചെയ്താൽ, അതായത് വി ഡി സതീശനെതിരായിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞ കാര്യം വാർത്ത റിമൂവ് ചെയ്യണം എന്ന്, റിമൂവ് ചെയ്തുകൊണ്ട് ആ വാർത്ത ഇല്ലാതായി പോകും, പിണറായി വിജയൻ്റെ വിമർശനം ഇല്ലാതായി പോകുമെന്ന് വിചാരിക്കാൻ മാത്രം അങ്ങനെയുള്ള ഒരാളാണോ വി ഡി സതീശൻ? നമ്മളത് കാണണ്ടേ? അപ്പം ഞാൻ അദ്ദേഹത്തെ ആനുകൂല്യത്തോടെ സമീപിക്കുകയല്ല, പക്ഷേ ഇതെന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ കുറേ കൂടെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് യോഗി ആദിത്യനാഥ് തുടങ്ങി മുഖ്യമന്ത്രിമാർ. അപ്പോൾ ഈ മെറ്റ പണ്ട് അദ്വാനി പറഞ്ഞിട്ടുണ്ട്, അതായത് മുട്ടിലിഴയാൻ പറഞ്ഞപ്പോൾ ഇഴഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുപോലെ മെറ്റയോട് കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരെയും അങ്ങ് കൈകാര്യം ചെയ്യുന്നതാണോ എന്നെനിക്ക് ശരിയായിട്ട് സംശയമുണ്ട്. അല്ലാതെ മെറ്റയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ IT നിയമങ്ങൾ മാറ്റാനും ഈ വലിയ വിപണിയായിട്ടുള്ള ഇന്ത്യയിലെ സ്വന്തം പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും നല്ല അധികാരമുള്ള കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ അവരെന്തും ചെയ്യും. അത് നമുക്ക് മനസ്സിലാക്കാം. ഒരു കച്ചവട സ്ഥാപനമാണത്. അവർക്ക് രാജ്യത്തെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുപോകണമെന്ന് അവർക്ക് ആഗ്രഹമൊന്നുമില്ല. കാശ് ഇങ്ങോട്ട് വരുന്നത് മുടങ്ങാൻ പാടില്ല. ഇന്ത്യ ഒരു വമ്പൻ വിപണിയാണ്. ആ വിപണിയിൽ ഈ നിയമങ്ങൾ മാറ്റിയിട്ട് കാശിൻ്റെ ഫ്ലോ തടസ്സപ്പെടുത്താൻ പറ്റുന്ന ഒരു അധികാരമുള്ളത് കേന്ദ്ര സർക്കാരാണ്. അവർ പറഞ്ഞാൽ എന്തും ചെയ്യും അവർ. കേരള സർക്കാരിന് അങ്ങനെ ഒരു പദവിയുണ്ടോ? 3.25 കോടി ജനതയുള്ള സ്ഥലത്ത് കേരളത്തിൽ ഇത് ചെയ്യരുത് എന്ന് വി ഡി സതീശൻ പറഞ്ഞാൽ ഉടനെ കേൾക്കാൻ നിൽക്കുകയാണോ മെറ്റാ? അത് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞാൽ വി ഡി സതീശനെ പേടിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഏതായാലും സർക്കാരുകൾ എല്ലാം കൂടെ, അതായത് കേന്ദ്ര സർക്കാരിനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എല്ലാ മുഖ്യമന്ത്രികളുടെയും പടം വരുന്ന എല്ലാം ഒഴിവാക്കളഞ്ഞേക്ക് എന്ന് മെറ്റ പറഞ്ഞോ എന്ന് നമ്മൾ സംശയിക്കണം. പക്ഷേ അപ്പോൾ
എല്ലാ ഫോട്ടോവും പോകുന്നുമില്ല. ഇതാകെ ആ മട്ടിലുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്ത് പറഞ്ഞാലും ജനാധിപത്യ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്ത ഒരാളാണല്ലോ വി ഡി സതീശൻ. നമ്മൾക്കറിയാവുന്ന ആളല്ലേ അദ്ദേഹം ഇങ്ങനെ ചെയ്യുമോ? പിന്നെ ഒരു ചാൻസ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് കേട്ടോ കിട്ടുന്നത്. നാളെ അദ്ദേഹം നേരിട്ട് വന്ന് പറയുമായിരിക്കും. പിന്നെ ഒരു സാധ്യതയുള്ളത് അദ്ദേഹത്തോട് ആഭിമുഖ്യമുള്ള ആളുകൾ എന്നാൽ കാണിച്ചു തരാം. ഇപ്പോൾ ചില ആളുകളെ സർക്കാരിനെ അനാവശ്യമായിട്ട് എതിർക്കുന്ന മാധ്യമങ്ങൾ ഇവയാണെന്ന് സ്ഥാപിക്കാനും കൂടെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ പറയുന്ന സർക്കാരിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ആരെങ്കിലുമൊക്കെ നടപ്പാക്കുന്നുണ്ടാകുമെന്നാണ്. ഇപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചപ്പോൾ അതിനകത്ത് ധ്വനിപ്പിക്കുന്നത് ഏതോ 1-2 ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്യുന്നുവെന്നാണ്. ഇപ്പോൾ രത്തൻ ഖേൽക്കറിനൊക്കെ നല്ല പിടിപാട് മെറ്റയിലൊക്കെ ഉണ്ട് എന്ന് ആൾക്കാർ പറയുന്നു. അപ്പോൾ എന്നാൽ ഇത് ഒഫീഷ്യലൊന്നുമായിട്ടല്ലാതെ ഈ വെർബൽ വിളികളിൽ സംസാരിച്ചിട്ട് അതങ്ങ് റിമൂവ് ചെയ്തേക്ക് ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞിരിക്കുമോ എന്ന് നമുക്കറിയില്ല. ഇതിനകത്ത് എൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഈ കൺഫ്യൂഷൻ അതായത് ആകപ്പാടെ ഉള്ളത് കൊണ്ടും ഈ സാങ്കേതികമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളുകൾ പോലും ഇതെന്താ സംഭവിക്കുന്നതെന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല എന്നതുകൊണ്ടും നമുക്ക് രാഷ്ട്രീയമായിട്ടൊരു സ്റ്റാൻഡ് എടുത്തിട്ട് ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ വിമർശിക്കാം എന്ന സാഹചര്യമുണ്ട് എന്നതുകൊണ്ട് മാത്രവും എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഈ നിശബ്ദതയാണ്. ശ്യാമല ഇത് പറഞ്ഞു ആദ്യം, അതായത് നിശബ്ദതയാണ്. അതായത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശം പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് പോലും സോഷ്യൽ മീഡിയ വാളുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നത് ആര് ചെയ്താലും ഈ നാടിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് വിരുദ്ധമാണ് എന്നത് എഴുന്നേറ്റ് എന്ന് പറയാൻ അവകാശമുള്ള ഉത്തരവാദിത്തമുള്ള ആളുകൾ പറയുന്നില്ല. ഇപ്പം തന്നെ നോക്കൂ ശ്യാമലി, നമ്മളെപ്പോലുള്ള 1-2 മാധ്യമങ്ങളല്ലാതെ ആരും ഇത് പറയുന്നില്ല. ഒരു മാധ്യമത്തിന് ഇത് വലിയ വാർത്തയല്ല. കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ വാർത്തയാക്കിയ ആളുകൾക്ക് ഇത്രയും സംഭവം സംഭവിക്കുന്നു, ഇത്രയും കാർഡുകൾ പോകുന്നു. കാരണം എന്തോ ആയിക്കൊള്ളട്ടെ, പിന്നിൽ മെറ്റ ആയിക്കോട്ടെ, പിന്നിൽ നരേന്ദ്രമോദി ആയിക്കോട്ടെ, പിന്നിൽ വി ഡി സതീശൻ ആയിക്കോട്ടെ, സംഭവിക്കുന്നു. ഈ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കാൻ ഇത് ശരിയല്ലല്ലോ ഇവിടെ നടക്കുന്നത് എന്ന് പറയാൻ എല്ലാ മാധ്യമങ്ങളും തയ്യാറാവുന്നുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ മുന്നിൽ വരുമല്ലോ. അതിൻ്റെ കാരണങ്ങൾ അവിടെ നിൽക്കട്ടെ. വി ഡി സതീശനാണ് ഇതിൽ പിന്നിലെന്ന് CPM-കാരും ഇടതുപക്ഷത്തിലെ ആളുകളും പറയുന്നു. അത് ശരിയല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് എന്ന് പറയണ്ടേ? പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇതിൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആൾ വി ഡി സതീശനാണ്, മുഖ്യമന്ത്രിയാണ്. ഇതാ ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹം വന്നിട്ട് ആദ്യം പറഞ്ഞത് മാധ്യമങ്ങൾക്ക് വിമർശിക്കാനെല്ലാം അവകാശമുണ്ട്, വിമർശിക്കണം, ഞങ്ങളെ നേർവഴിക്ക് നടത്തണം എന്ന് അദ്ദേഹം ആദ്യം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, മാധ്യമങ്ങൾ ചിലർ കള്ളവാർത്തകൾ കൊടുക്കുകയാണ്, മാധ്യമങ്ങൾ അവരുടെ അന്തസ്സ് ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ കൊടുക്കുകയാണ്. ഞാനൊരു മുഖ്യമന്ത്രി എന്ന അധികാരവാദിയിൽ നിന്ന് പറയുന്നതല്ല, ഞാൻ പറയുന്ന ഒരു പൊതുപ്രവർത്തനം എന്ന നിലക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ പറയുന്നത്. ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്ത് ഇവിടെ ഈ നാട്ടിൽ നടക്കില്ല കേട്ടോ സക്കർബർഗെ എന്ന് വർത്തമാനം പറയേണ്ടുന്ന ഉത്തരവാദിത്തമുള്ള ആളാണ് വി ഡി സതീശൻ. ഇവിടെ മാധ്യമങ്ങൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കും. ഇതിനകത്ത് അസഭ്യമായതോ അല്ലെങ്കിൽ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ളതോ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുന്ന ഉദ്ദേശത്തിലോ ഉള്ളതോ അല്ലാത്ത കാർഡുകൾ എങ്ങനെ നിങ്ങൾ നീക്കം ചെയ്യും എന്ന് എഴുന്നേറ്റ് ചോദിക്കേണ്ടുന്ന മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആദ്യമുള്ള ആളാണ് വി ഡി സതീശൻ. ഞാൻ ആ കാര്യം ഇതുവരെ അദ്ദേഹം പറഞ്ഞില്ലോ എന്നുള്ളതിടത്താണ് അദ്ദേഹത്തോടുള്ള വിമർശനം എനിക്കുള്ളത്. പല മാധ്യമങ്ങളും മിണ്ടുന്നില്ല. സാംസ്കാരിക നായകർ ഇതേക്കാൾ ചെറിയ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ ബഹളമായിരുന്നു ഇവിടെ. ഇതിപ്പോൾ കടക്ക് പുറത്ത് പറയുക പോലും ചെയ്യാതെ വെട്ടി നിർത്തുകയാണ്. ആരോ ചെയ്യാണ്. വി ഡി സതീശനാണോ അല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ എവിടെ നമ്മുടെ സാംസ്കാരിക നായർ എന്തെങ്കിലും പറയണ്ടോ? ആരെങ്കിലും പറഞ്ഞോ? ഒരാളും മിണ്ടുന്നില്ലോ. പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വന്നോ? ഇത് 2 ദിവസമായില്ലേ തുടങ്ങിയിട്ട്, മിണ്ടുന്നില്ലോ. പല വാർത്താ ചാനലുകളും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനും എൻ്റെ നാട്ടിലെ മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള എനിക്ക് അവകാശമുണ്ട്, ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയേണ്ടുന്നയാൾ വി ഡി സതീശനാണ്. അദ്ദേഹത്തിന് ഇന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. ഇന്ന് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ വന്നിട്ട് പറയാനൊന്നും അദ്ദേഹത്തിന് പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം നാളെ അത് പറയുമെന്ന് വാർത്താക്കുറിപ്പ്. അല്ല, എന്നാലും മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ, അദ്ദേഹത്തിനും ഈ പറയുന്ന കൺഫ്യൂഷൻസ് ഇതിനകത്തുള്ളതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അറിയാനുള്ള സമയമെടുക്കുമായിരിക്കും. നാളെ അദ്ദേഹം പറയും. അതായത് അത് കാര്യം മനസ്സിലായില്ലെങ്കിലും ഇത് നിന്ദ്യമായിട്ടുള്ള കാര്യമാണ്, പ്രതിഷേധിക്കേണ്ട കാര്യമാണ് എന്ന് അദ്ദേഹം പറയുമായിരിക്കും. മറ്റൊരു കാര്യം, കെ മുരളീധരൻ ഇത് പറയാൻ, അതായത് തോന്നിയാസം കാണിച്ചാൽ നീക്കം ചെയ്യുമെന്ന് പറയാൻ ഏറ്റവും അർഹനാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഏറ്റവും അർഹനായിട്ടുള്ള ആളാണെന്ന് വെച്ചാൽ അതിന് അദ്ദേഹത്തിന് അർഹത കൂടുതലുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത് മനസ്സിലാകുമായിരിക്കും. അതായത് നമ്മൾ കോൺഗ്രസിൻ്റെ 2 ട്രാക്കുകളെ കുറിച്ച് പറഞ്ഞില്ലേ, ഒന്ന് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആയുള്ള സതീശൻ പിന്തുടരുന്ന നെഹ്റു ശങ്കറിനോട് പറഞ്ഞ, ശങ്കർ ഡോണ്ട് സ്പെയർ മീ എന്ന് പറഞ്ഞ, എന്നെ ഒഴിവാക്കരുത്, എന്നെ കൂടി എഴുതിക്കോളൂ കാർട്ടൂണ് എന്ന് പറഞ്ഞ ഒന്ന്. രണ്ടാമത്തെ ട്രാക്ക് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയായിട്ടുള്ള ഇന്ദിരാ പ്രിയദർശിനി നടപ്പാക്കിയ അടിയന്തരാവസ്ഥ, മാധ്യമ പ്രവർത്തനത്തെ അങ്ങേയറ്റം ഇല്ലാതാക്കിയത്. ഈ അടിയന്തരാവസ്ഥ ഇവിടെ കൊണ്ടുവന്ന് അതിഗംഭീരമായിട്ട് നടപ്പാക്കിയ ആളായിരുന്നു കെ കരുണാകരൻ എന്നാണല്ലോ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത്. ആ കാലത്താണല്ലോ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും രാഷ്ട്രീയമായിട്ട് അങ്ങേയറ്റം കറുത്ത സംഭവങ്ങളെല്ലാം ഉണ്ടായത്. അത് നടപ്പാക്കിയ ആളെന്ന രാഷ്ട്രീയ പഴി കേട്ടിരിക്കുന്ന കെ കരുണാകരൻ്റെ മകൻ എന്ന നിലക്കുള്ള രാഷ്ട്രീയ പാരമ്പര്യത്തിനകത്ത് നിന്നുകൊണ്ടാണോ അദ്ദേഹം തോന്നിയാസം ചെയ്താൽ മറ്റേതൊക്കെ ചെയ്യും എന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ പ്രസ്താവന നടത്തിയെന്ന് നാട്ടുകാർ സ്വാഭാവികമായിട്ടും ചോദിക്കും. ഞാനിപ്പോൾ ഒരു പിതാവിൻ്റെ
കാര്യം അങ്ങനെ തന്നെ മകൻ ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ ഉദാഹരിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാ പ്രിയദർശിനെയും ഈ പാർട്ടിയുടെ പുത്രി ബന്ധങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതായത് കെ മുരളീധരനെ ഇന്നലെ ഞാൻ ചെറുതായിട്ട് അഭിനന്ദിച്ചിരുന്നു. അദ്ദേഹത്തെ ഒരിക്കലും അഭിനന്ദിക്കാൻ പറ്റുന്നില്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ചെറുതായിട്ടത് അഭിനന്ദിച്ചു. ഇന്നിപ്പോൾ ഇതാ വി ഡി സതീശൻ പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. പ്രതിപക്ഷം ഇങ്ങനെ ചെയ്തപ്പോൾ പോലും വി ഡി സതീശനെ തള്ളി പറഞ്ഞിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവും വന്നിട്ട് പിന്നെ ഇത് മെറ്റ ചെയ്യട്ടെ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. മെറ്റയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു എന്ന് കോൺഗ്രസിന് കൂടെ അവിടെ പാർലമെൻറ്റിൽ അഭിപ്രായമുണ്ട്. പക്ഷേ മുരളീധരൻ പറയാണ് മെറ്റ തോന്നിയാസം ചെയ്താൽ നടപ്പാക്കെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. അദ്ദേഹം കെ മുരളീധരൻ ഒന്നും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നും ആകുന്നത് ഈ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഭാഗ്യമെന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്കിത് അവസാനിപ്പിക്കാം. മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സർക്കാരിനെതിരായ വാർത്തകൾ നീക്കം ചെയ്യുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാർത്തകൾ നീക്കം ചെയ്യപ്പെടുന്നത് എന്ന് വിശദീകരിക്കാൻ മെറ്റയോ കേന്ദ്ര സർക്കാരോ തയ്യാറായിട്ടില്ല. ഭരണകൂടങ്ങൾക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ വിലക്കേർപ്പെടുത്തി നിശബ്ദരാക്കുന്ന സാഹചര്യം ഒട്ടുമേ അംഗീകരിക്കാനാകില്ല. കലാപാഹ്വാനം, മതസ്പർദ്ധ പോലുള്ള പോസ്റ്റുകൾ നീക്കാൻ വേണ്ടിയുള്ള നിയമം ഉപയോഗിച്ചാണ് പോസ്റ്റുകൾ നീക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. പക്ഷേ IT നിയമങ്ങളെ ദുരുപയോഗം ചെയ്ത് സർക്കാരിനെതിരായ വിമർശനങ്ങളെ മൂടിവെക്കാനുള്ള നീക്കങ്ങളും എതിർക്കപ്പെടേണ്ടതാണ്. നിയമം മറയാക്കി ഇഷ്ടമല്ലാത്ത വാർത്തകൾ നീക്കം ചെയ്യിപ്പിക്കുന്ന നടപടി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. തോന്നിവാസം കാണിച്ചാൽ വാർത്തകൾ നീക്കം ചെയ്യുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി കെ മുരളീധരൻ്റെ ഭീഷണി കലർന്ന പ്രതികരണം. എന്തായാലും ഒരു അപ്രഖ്യാപിത ഡിജിറ്റൽ അടിയന്തരാവസ്ഥയിലേക്കാണോ നമ്മുടെ രാജ്യവും സംസ്ഥാനവും നീങ്ങുന്നത് എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. തൽക്കാലം എത്ര വാർത്തകൾ നീക്കം ചെയ്താലും ഭരണകൂടങ്ങൾക്കെതിരായ വിമർശനം തുടർന്നുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളും ജനാധിപത്യ സമൂഹത്തിൽ വളരെ സ്വാഭാവികമാണ്. മാധ്യമങ്ങളുടെ ഏറ്റവും പ്രാഥമികമായുള്ള ദൗത്യം ഈ അധികാരികളെ വിമർശിക്കുക, അധികാരികളെ വിമർശിക്കുന്ന മറ്റ് നേതാക്കളുടെ പ്രതിപക്ഷ സ്വരങ്ങൾ കേൾപ്പിക്കുക എന്നതൊക്കെയാണ്. തുടരും സ്വാഭാവികമായിട്ടും. എവിടെയൊക്കെ ആരൊക്കെ തടഞ്ഞാലും അത് തുടരുക എന്നതല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല. തുടർന്നാൽ ഈ പറയുന്ന ജനാധിപത്യ സമൂഹത്തിൻ്റെ ശ്വാസമില്ലാതായി പോകും. അതുകൊണ്ട് ആ നിലക്ക് തുടരുക തന്നെയാണ് ചെയ്യുക.